ഇപ്പോൾ എ റഹീം MP ഉണ്ട്. എ റഹീം, ഇത് തീർച്ചയായും ഈ വിദ്യാർത്ഥികൾക്ക് എന്ന് മാത്രമല്ല ഈ ഒരു സമരത്തിനൊപ്പം നിന്ന് ഈ സമരത്തിന് ഒരു ആത്മധൈര്യം നൽകി എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ഒരു നിമിഷം തന്നെയല്ലേ? രാജ്യത്തിനാകെ ആഘോഷിക്കാനുള്ള ദിവസമാണ്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ്. നമ്മുടെ രാജ്യത്ത് ഏറെക്കാലമായി ഭയം, നിരാശ, നിസ്സംഗത ഈ 3 ഘടകങ്ങൾ പടർന്നു വന്നിരുന്നു. ഇതിനെ ഇങ്ങനൊരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയിരുന്നു. ഭയമാണ് രാജ്യത്തെ ഭരിച്ചത്. ആ ചങ്ങല പൊട്ടിച്ച്, ഈ 3ഉം കൊണ്ട് ബന്ധിച്ച ചങ്ങല പൊട്ടിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത് തെളിയിച്ച ദിവസമാണിത്. കണ്ടല്ലേ, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ജനാധിപത്യത്തിന്റെ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ തോൽക്കില്ല എന്ന് ഇന്ത്യ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ പോരാട്ടം തുടരും. ഏതായാലും ഈ പോരാട്ടം തുടരും എന്നാണ് എ റഹീം പറയുന്നത്. ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ, ഈ ചെറുപ്പക്കാരൊക്കെ തന്നെ ആ പോരാട്ടത്തിന്റെ ഭാഗമായി ആ പോരാട്ടം വലിയ വിജയമാക്കി ഇപ്പോൾ ഒരു കൂട്ടം അഭിഭാഷകരാണ് വരുന്നത്. അപ്പോൾ സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകളുടെ വലിയ പിന്തുണയാണ് ഈ സമരത്തിന് ലഭിച്ചത്. ആ സമരം വലിയ വിജയമായിരിക്കുന്നു. തുടക്കത്തിലൊക്കെ തന്നെ ഇതൊരു ചെറിയ സമരമായിരുന്നു. ഈ ജന്തർ മന്ദിറിലെ ഇവിടെ ഒരു ചെറിയ കോണിൽ അഭിജിത്ത് ദീപ്കെ 10-15 പേരുമായി ഇരുന്ന ഒരു സമരമായിരുന്നു. അത് പിന്നീട് പടർന്ന് പന്തലിക്കുകയായിരുന്നു. സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചതോടുകൂടി ഈ സമരത്തിന്റെ മാനം തന്നെ മാറി. അങ്ങനെ സോനം വാങ്ചുക്ക് നിരാഹാര സമരം അനുഷ്ഠിച്ച് അതൊരു പാർലമെന്റ് മാർച്ചാകുമ്പോൾ ഇവിടെ 10,000-കണക്കിന് യുവാക്കളുടെ വലിയ കൂട്ടം പാർലമെന്റ് തന്നെ സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ദില്ലി ഒരുപക്ഷെ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിൽ അതുപോലെയൊരു സമരം കണ്ടിട്ടുണ്ടാകില്ല. അത്രയും വലിയ യുവാക്കളുടെ വലിയ സാന്നിധ്യമായിരുന്നു ആ സമരത്തിൽ കണ്ടത്. ആ സമരം അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വെറും 5000 പേർ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമരമുഖത്തേക്കാണ് 50,000-ലധികം കുട്ടികൾ ഒഴുകിയെത്തിയത്. അവർ പോലീസിനെ നേരിട്ടു. പോലീസിന്റെ ലാത്തിക്കും പെല്ലറ്റ് ഗണ്ണിനും ഗ്രനേഡിനും കണ്ണീർ വാതകത്തിനും മുന്നിൽ പതറാതെ നിന്ന ആ കുട്ടികളെ നമ്മൾ കണ്ടതാണ്. ആ കുട്ടികളുടെ ആവേശം ഈ സമര വിജയത്തിന്റെ ആവേശമായി മാറുകയാണ്. നോക്കൂ, എത്രത്തോളം ഈ മേഖലയിൽ ജന്തർ മന്ദിറിൽ ഡൽഹിയിലെ ചൂട് നമുക്കറിയാം. കൊടും ചൂടാണ്. അതിനിടയിൽ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊടും ചൂടിനെയും കാറ്റും മഴയെയും ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ തന്നെ കഴിഞ്ഞ 35 ദിവസം ഈ ജന്തർ മന്ദിറിലെ ഈ തെരുവിൽ കിടന്നത്. തീർച്ചയായും വലിയ ആഹ്ലാദം തന്നെയാണ്. ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടെ ജന്തർ മന്ദിറിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കുട്ടികളൊക്കെ തന്നെ, യുവാക്കളൊക്കെ തന്നെ ഈ ആഹ്ലാദത്തിന്റെ ഭാഗമാകുന്നത് നമുക്ക് കാണാം. തീർച്ചയായും ഇത് NSCI-ന്റെ ആഹ്ലാദമാണ്. NSCI ഉൾപ്പെടെ SFI, ഐസ തുടങ്ങി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സംയോജിച്ച ഒരു സമരമായിരുന്നു. ഇവിടെയൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഈ ജന്തർ മന്ദിറിന്റെ പല ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കുടിലുകളിലായി രാജ്യത്തെ ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അവിടെ ചെറിയ കൂടുകൂട്ടി അതൊരു സമരമാക്കി മാറ്റുകയായിരുന്നു. അവിടെ അവർ നിരാഹാരം അനുഷ്ഠിക്കുന്നു, അവർ ഈ സമരത്തിന്റെ ഭാഗമാകുന്നു. അങ്ങനെ ഇത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളും സംയോജിച്ച വിദ്യാർത്ഥി മുന്നേറ്റത്തിന്റെ എല്ലാ മേഖലകളും സംയോജിച്ച ഒരു സമരമായി തന്നെ മാറി. ആ ഒരു സമരത്തിന്റെ വിജയമാണ്, ആ സമരത്തിന്റെ വിജയാഹ്ലാദമാണ് അക്ഷരാർത്ഥത്തിൽ ഈ ജന്തർ മന്ദിറിൽ നമ്മൾ ഇന്ന് കാണുന്നത്. ഈ കുട്ടികളൊക്കെ തന്നെ ഇവിടെ നിന്ന് ആ വിജയത്തിന്റെ ആ മധുരം നുകർന്നുകൊണ്ട് ആ വിജയത്തിന്റെ ഈ സമരത്തിന്റെ കഠിനമായിരുന്നു ഈ സമരത്തിന്റെ പാത എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇതൊരു കഠിനമായ യാത്ര തന്നെയായിരുന്നു ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം.